സജ്ജനങ്ങളെ, നീലവൈഡൂര്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യാഴമാറ്റം സംഭവിക്കുകയാണ്. വ്യാഴമാറ്റം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ രാശിമാറ്റമല്ല. വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 7ഓളം രാശിക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹവും ഒരു നല്ല സമ്പദ് സമൃദ്ധിയൊക്കെ കിട്ടേണ്ട ഒരു സമയമായിരുന്നെങ്കിൽ വ്യാഴം പിന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു സമയത്ത് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടാതെ വരികയും അത് പൂർണ്ണതയിലെത്താതെ വരികയും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇനിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. മാർച്ച് മാസം 11-ാം തീയതി മുതലാണ് വ്യാഴം വക്രത്തിൽ നിന്ന് നേർരേഖയിലേക്കുള്ള സഞ്ചാരം നടക്കുന്നത്. ഈ മാർച്ച് 11 മുതലുള്ള ഒരു നല്ല കാലഘട്ടത്തിൽ മിഥുനം രാശിയിൽ വക്രഗതിയിലാണ് പിന്നോട്ട് ഉള്ള സഞ്ചാര പദം ഉണ്ടായിരുന്നതെങ്കിൽ വ്യാഴം ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സഞ്ചാരമാണ് നേർരേഖയിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത്. 2025 ഡിസംബർ 5 മുതലാണ് വക്രഗതിയിൽ വ്യാഴം ആ ഒരു കാലഘട്ടത്തിൽ സഞ്ചരിച്ചു തുടങ്ങിയത്. ആ കാലഘട്ടത്തിലാണ് 7ഓളം രാശിയിൽ അനുഗ്രഹ കലയിൽ അനുഗ്രഹത്തിൽ വരേണ്ട ആ ഒരു രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതെ വരികയും അവർക്ക് അതിൻ്റെ ഒരു വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാതെ പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ 2025 ഡിസംബർ 5 മുതൽ 2026 മാർച്ച് 11 വരെ വ്യാഴം വക്രത്തിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യാഴത്തിൻ്റെ നേർരേഖാ സഞ്ചാരത്തിലേക്ക് വളരെ വരുന്നതാണ്. ഈ വ്യാഴം നേർരേഖാ സഞ്ചാരത്തിലേക്ക് എത്തുന്ന സമയത്ത് വ്യാഴമാറ്റത്തിൽ വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന രാശിക്കാരുണ്ട്. ഈ ഒരു വലിയ ഗുണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നൊരു കാലഘട്ടമാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി അത്രമേൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു കാലം മാറുകയാണ്. എന്നാലും വ്യാഴത്തിൻ്റെ വക്രഗതി അവസാനിക്കുകയും മാർച്ച് 11 വ്യാഴം വക്രഗതി നിർത്തി നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇനിയിപ്പോൾ നമുക്ക് പോകാൻ പോകുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ 7 രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഈ ജന്മസമയം എന്ന് പറയുമ്പോൾ ഈ രാശിയിലുള്ള ആൾക്കാരുടെ ജന്മസമയത്തും അല്ലെ ജനിച്ച സമയത്തൊക്കെ വരുന്ന വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. എല്ലാ രാശിയിലുള്ള ഈ പറഞ്ഞ 7 രാശിയിലുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കില്ല വരുന്നത്. വ്യത്യസ്തമായ കാര്യങ്ങളും വ്യത്യസ്തമായ അനുഭവവും തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ വ്യാഴമാറ്റം 7 രാശിയിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് ഒരുപാട് മാറ്റങ്ങളും ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തമായ അനുഭവമൊക്കെ കിട്ടാൻ പോവുകയാണ്. നിങ്ങൾ ഈ വ്യാഴമാറ്റം മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു മാറ്റത്തിൻ്റെ വീഡിയോ മാത്രം കണ്ടുകൊണ്ടല്ലേ യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം മുന്നോട്ട് പോകരുത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യാഴം ഏതൊരു വ്യാഴം മഹാദശയിലാണോ അല്ലെങ്കിൽ നീചഭാവത്തിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാപനായിട്ടാണോ വ്യാഴം വരുന്നത് എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങളുടെ ജാതകം വെച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ച് ഗുണകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. വ്യാഴത്തിൻ്റെ മാറ്റം എന്നിരുന്നാലും എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് വരാൻ പോകുന്നത്. നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളെയൊക്കെ വിട്ടൊഴിഞ്ഞിട്ട് വേറൊരു രീതിയിൽ ഇത് വ്യാഴമാറ്റം കൊണ്ട് കുറേയധികം നക്ഷത്രക്കാർക്ക് 7ര ശനി, കണ്ടകശനി, ജന്മശനിയിലൊക്കെ നിൽക്കുന്നവർക്ക് പോലും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവം വരും. വ്യാഴം പ്രസാദിക്കുമ്പോൾ ബാക്കി നക്ഷത്രങ്ങളെല്ലാം പ്രസാദിച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. മിഥുനം രാശി, നമ്മളുടെ വ്യാഴമാറ്റം ഇപ്പോൾ വ്യാഴത്തിൻ്റെ നേർരേഖാ സഞ്ചാരം കൊണ്ട് മിഥുന രാശിയിലുള്ള മകയിരം, തിരുവാതിര, പുണർദം, ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം, മകയിരം, തിരുവാതിര, പുണർദം വ്യാഴമാറ്റം കൊണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ നേർരേഖാ സഞ്ചാരം നടക്കുമ്പോൾ ഈ ഉത്തമമായ ഒരു ഗുണകരമായ ഒരു അവസ്ഥയാണ് ഇവർക്ക് കണ്ടകശനി കർമ്മസ്ഥാനത്താണ്. അപ്പോൾ ഈ കണ്ടകശനി കർമ്മസ്ഥാനത്ത് വരുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും
മുമ്പിൽ നിന്നും ഇപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വരികയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കാത്ത ഒരു ദുഃഖവും ഇല്ല. ഇവരുടെ കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ, ഫിനാൻഷ്യലി ഉള്ള പണപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുടുംബക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജീവിതത്തിൽ കൂട്ടുകാർ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുക, മുന്നോട്ടുള്ള അവസ്ഥയിൽ ആരുമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു ഇവരുടെ ജീവിതം. ശരിക്കും പറഞ്ഞാൽ ദുസ്സഹം. ഒരു നേരത്തെ ചായ കുടിക്കാനുള്ള പണം പോലും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഈ ഒരു മിഥുനൻ രാശിയിലുള്ള മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണഗണങ്ങളോടുകൂടി അല്ലെങ്കിൽ രാജാവിനെ പോലെ ജീവിച്ചിരുന്ന ആൾക്കാർ കുറേ കാലങ്ങളായിട്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഓരോ രാശി മാറുമ്പോൾ ഇപ്പം രക്ഷപ്പെടും നാളെ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നിരുന്നാൽ പോലും ഇവരുടെ ആ ഒരു അവസ്ഥ ഒരു 5-6 മാസം കൊണ്ട് വളരെ കുറേശ്ശെ വ്യത്യാസപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് ചതിച്ചവർ, കൂടെ ഉണ്ടായിരുന്നവർ, അവരെല്ലാവരും തള്ളിപ്പറഞ്ഞു പോകുക, അവരുടെ ബുദ്ധിമുട്ടുകൾ, അതിനകത്തും കൂടി വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു മിഥുനം രാശിയിലുള്ള മകയിരം, തിരുവാതിര, പുണർദംകാർ. ഈ പുണർദംകാരുടെയൊക്കെ ജീവിതം അല്ലെ തിരുവാതിര മകയിരംകാരുടെയൊക്കെ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ ഈ 3 നാൾക്കാർക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിലും അനുഭവത്തിൽ ഇവർക്ക് വളരെ ദുഃഖകരമായ ഒരവസ്ഥയായിരുന്നു ഇതിനു മുമ്പ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ആ ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും കുടുംബത്തിൽ വിലയില്ലാത്തൊരവസ്ഥയും ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മളുടെ കയ്യിൽ പണമില്ലാതെ ആ പണത്തിൻ്റെ പേരിലൊക്കെ നമ്മളെ തഴഞ്ഞു പോകുന്നൊരവസ്ഥ. നമ്മളൊരു വീട് പണി കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചതൊക്കെ വൃഥാവിലാകുക, കൊടുത്ത പണമൊന്നും തിരിച്ചു തരാതിരിക്കുക, കൂട്ടത്തിലുള്ളവർ കാലുമാറുക, ഒറ്റപ്പെടുത്തുക, എല്ലാത്തിനും കുറ്റങ്ങൾ മാത്രം കേട്ട് പരിഹാസങ്ങൾ കേട്ട് മറ്റുള്ളവരുടെ കയ്യിൽ അടുത്തു നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ഈ ഒരു മിഥുനൻ രാശിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്. അതിനകത്ത് നിന്നൊക്കെ ഇപ്പോൾ കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനിയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം വന്ന് ഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മാർച്ച് 11 മുതൽ വ്യാഴം നേർരേഖയിലൂടെ സഞ്ചരിക്കുമ്പോൾ കർമ്മസ്ഥാനമായ തടസ്സങ്ങൾ വിട്ടുമാറും. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഇവരുടെ കർമ്മസ്ഥാനത്തുള്ള തടസ്സങ്ങൾ. ഈ കർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ ഇവരുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞ് ജീവിതത്തിൽ വേറൊരു രീതിയിലുള്ള ഒരു കർമ്മപഥത്തിലൊക്കെ ഇവരുടെ ആധിപത്യം വരാൻ പോവുകയാണ്. ഇവരുടെ ആധിപത്യത്തിലൂടെ ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമാകും. ഇവരുടെ ജീവിതത്തിൽ തന്നെ ഇനിയൊരു വസന്തകാലം എന്ന് പറയാൻ പറ്റും. അത്രക്ക് വലിയൊരു രീതിയിലുള്ള ഒരു സമയമാണ് ഇവരുടെ മുന്നോട്ട് പോക്ക്. ഈ വ്യാഴം നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം മുതൽ ഇവരുടെ ജീവിതത്തിൽ ഇന്നലെ വരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളെയൊക്കെ നമ്മൾ ഐസ് മെൽറ്റായി ജീവിതത്തിൽ നിന്ന് ഉരുകി പോവുക, നല്ല തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുക, ആകാശം മേഘാവൃതമായിരുന്ന ആകാശത്തിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ മാറ്റങ്ങളാണ് ഇവർക്ക് വരാനൊരു പോകുന്നത്. അതുപോലെ ഇവരെ കാത്തിരിക്കുന്ന വസന്തം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായ അല്ലെങ്കിൽ ഇന്നലെ വരെ അവർക്ക് ഉണ്ടായിരുന്ന ആ കഷ്ടതകളൊക്കെ മാറി ജീവിതത്തിൽ വേറൊരു തലത്തിലേക്ക് അവരുടെ ജീവിതം മാറുകയാണ്. മറ്റുള്ളവർ നോക്കി നിൽക്കുക ഇവരിനി വളർന്നു പൊങ്ങും. ഇവരുടെ ജീവിത വിജയത്തിൽ ഇവരുടെ കൂടെയുള്ളവരൊക്കെ ഇവരെ തൊഴുത് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ഇന്നലെ വരെ ചവിട്ടിക്കൂട്ടിയിരുന്ന ആൾക്കാരുടെ മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു രീതിയിലേക്ക് ഇവരുടെ ജീവിതം മാറ്റിമറിയും. ഇവരെ കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ നിൽക്കുന്നവർക്കും കുടുംബക്കാർക്കും സഹോദരങ്ങൾക്കൊക്കെ വലിയ നേട്ടങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സമയമാണ്. അതെല്ലാം വന്നു ചേരാൻ പോവുകയാണ്. ജീവിതത്തിൽ ഇത്രയധികം സന്തോഷം ദൈവം കൊടുക്കുന്ന ഒരു രാശി എന്ന് പറയുമ്പോൾ മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിലുള്ള മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും സന്തോഷം
അനുഭവിക്കാനായിട്ടൊരു യോഗമുള്ള രാശി ഈ ഒരു രാശിയിലുള്ള ആൾക്കാർക്ക് എത്രയും വലിയ യോഗമാണ് വരാനിരിക്കുന്നത്. ഇവരുടെ കർമ്മമേഖലയിലാണ് ഇവർക്ക് ഏറ്റവും വലിയ അടി കിട്ടിക്കൊണ്ടിരുന്നത്. ഇവരുടെ കർമ്മമേഖല പാടേ തകർന്നു പോയതാണ്. അവിടെ പുതിയ പുതിയ ജോലികൾ ഉണ്ടാകാൻ പോകുന്നു. ഇവരുടെ കർമ്മമേഖല ഉഷാറാകുന്നു. ഇവർക്ക് വേണ്ടി ഇവരുടെ ഓരോ തടസ്സങ്ങളായി നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും മാറുന്നു. പുതിയ ജോലികൾ ഇല്ലെങ്കിൽ ഇവർക്ക് ജോലി പോകുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മാറ്റമൊക്കെ വരുന്നു. ജീവിതത്തിൽ ഇനി അങ്ങോട്ട് മുന്നേറ്റത്തിൻ്റെ നാളുകളാണ്. വളരെ വലിയ മുന്നേറ്റമാണ് നടക്കാൻ പോകുന്നത്. പുതിയ പുതിയ ബിസിനസ്സുകൾ, ചെറിയ സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ കൊച്ചു കൊച്ചു കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ബിസിനസ്സുകൾ, ഇതെല്ലാം കുത്തൊഴുക്കെന്ന പോലെ ഇവരുടെ ജീവിതത്തിലേക്ക് മാറി. ഇന്നലെ വരെ ഇവർ നിന്നിരുന്ന ഷോപ്പുകളിലേക്ക് ഒരു മനുഷ്യൻ കയറാതിരുന്ന, അല്ലെ ഇവരുടെ സ്ഥാപനങ്ങളിലേക്ക് ഒരു മനുഷ്യൻ പോലും കടന്നു വരാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ മുതൽ വസന്തകാലത്തിൻ്റെ പറവകൾ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്നത്. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലൊരു ഒത്തൊരുമയുണ്ടാകും. കുടുംബത്തിൽ പിണങ്ങിപ്പോയിട്ടുണ്ട, അല്ലെങ്കിൽ ഇവരെ വിട്ടുപോയിട്ടുള്ള ഭാര്യ, അല്ലെങ്കിൽ ഇവരുടെ കാമുകന്മാർ, ഇതൊക്കെ തിരിച്ച് ഇവർക്ക് കിട്ടുവാണ്. കോടതിയും വ്യവഹാരങ്ങളിലുമായിട്ട് ഇവർ വളരെ വിഷമിച്ചിരുന്നൊരു സമയമൊക്കെ ഉണ്ട്. അതെല്ലാം മാറിപ്പോവുകയാണ്. അതുപോലെ തന്നെ എങ്ങനെ വിവാഹം നടത്താനായിട്ട് പുറത്തിറങ്ങിയാൽ ഇവരുടെ വിവാഹം നടക്കാതിരുന്നൊരവസ്ഥയുണ്ട്. ഇതിനൊക്കെ മാറി കൃത്യമായിട്ടുള്ളൊരു പങ്കാളി ഇവരെ തേടിയെത്തി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം വളരെ നല്ല രീതിയിലുള്ളൊരു മാറ്റമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ വഴക്കിട്ട് പോയ, അല്ലെങ്കിൽ ചെറിയ പിണക്കങ്ങളായിട്ട് മാറി നിന്നിരുന്ന ഇവരുടെ ഭാര്യമാരോ അല്ലെ ഭർത്താക്കന്മാരൊക്കെ വീണ്ടും ഒന്നിക്കുന്നു. അവർക്കൊരു സന്തോഷവും സമാധാനവും ശാന്തതയൊക്കെ ആ കുടുംബത്ത് വരുന്നു. പരസ്പരം കലഹിച്ച് തലകീറിയിരുന്ന ആൾക്കാരൊക്കെ ഒന്നിച്ച് ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള നാളുകൾ ഇവർക്ക് മധുരകരമായിട്ട് നടക്കാൻ പോകുന്നു. അതുപോലെ സാമ്പത്തിക മേഖലകളിൽ ഭയങ്കരമായിട്ടുള്ള ഉണർവുണ്ടാകാൻ പോകുന്നു. ഇവരുടെ യാത്രകൾ പുണ്യസ്ഥലങ്ങളിലൊക്കെ ഇവരൊന്നിച്ച് കുടുംബപരമായിട്ടൊക്കെ യാത്ര ചെയ്യാൻ പോകുന്നു. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് പുതിയ ഒരു കുഞ്ഞിനെ ദൈവമായിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു അവസരം വന്നു ചേരുന്നു. രോഗപീഠകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന അവർക്കൊക്കെ അതൊക്കെ മാറ്റം വരാൻ പോകുന്നു. ഈ ഒരു രാശിയിൽപ്പെട്ട ആൾക്കാരുടെ മക്കളൊക്കെ പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മാതാപിതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോയി കൂടെ നിർത്തി സഹായിക്കാനും സംരക്ഷിക്കാനും ഉള്ള ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് വലിയ വലിയ മാറ്റങ്ങളിലേക്ക് ഇവരുടെ ഒരു സമാധാനമാണ് ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിട്ടൊഴിഞ്ഞ് ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഈ ഒരു രാശിയിലുള്ള ആൾക്കാർക്ക് വരികയാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ക്ഷേത്ര സന്ദർശനങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകളൊന്നും കുറയ്ക്കരുത്. നിങ്ങൾക്ക് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറും. അതെല്ലാം പൂർണ്ണമായിട്ട് മാറും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ജനിച്ച സമയം ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് ഇതൊക്കെ നിങ്ങൾക്കും കൂടി അനുഭവ സമ്പന്നമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വരാത്തല്ലേ, വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്കും കൂടി പ്രയോജനകരമാണോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മുന്നോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ ഒരു രാശിയിലുള്ള ആൾക്കാരുടെ ജീവിതം ഇനിയും മനോഹരമാകും. അപ്പം നിങ്ങളുടെ നക്ഷത്രം ഈ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഈ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും.